എറണാകുളം പറവൂർ ചെമ്മായത്ത് കുഞ്ഞിന്റെ തൊണ്ടയിൽ ഐസ്ക്രീം കുടുങ്ങിയൊരു ഐസ്ക്രീം ഒക്കെ തൊണ്ടയിൽ കുടുങ്ങുമോ എന്നാണ് എല്ലാവർക്കും ആ സംശയമുണ്ട്. പക്ഷെ ആ സംശയം ഐസ്ക്രീം തൊണ്ടയിൽ കുടുങ്ങിയ 6ാം ക്ലാസ്സുകാരൻ ഹൃദയദിനെ രക്ഷിച്ച കടയുടമ ശ്യാമനും ഇല്ലേയില്ല. കഴിഞ്ഞ 19-ന് ചെമ്മായത്തെ ഈ സൂപ്പർ മാർക്കറ്റിന് സമീപം നടന്ന ആശങ്കാഭരിതമായ ആ ഒരു നിമിഷങ്ങളാണ് നമ്മൾ കണ്ടത്. പിന്നീട് ആശങ്കയൊക്കെ ഒഴിഞ്ഞെങ്കിലും ഇതാണ് ആ ശ്വാസം കിട്ടാതെ അല്ലേ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കണ്ട പിടഞ്ഞ ആ കുട്ടി. എന്താ സംഭവിച്ചെന്തായിരുന്നു? ഞാൻ ഐസ്ക്രീം മേടിച്ചിട്ട് അവിടെ സൈക്കിളിൻ്റെ അവിടെ നിന്നിട്ട് ഇതെടുത്താണ്. എന്നിട്ട് ഇത് വൈറ്റബ്രേക്കും ചുമ ഒന്ന് വായിലോട്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ ശ്വാസം മുട്ടിന്ന്. അപ്പോൾ മേടിച്ച സോഡ എടുത്ത് കുടിക്കാൻ നോക്കി. എന്നിട്ട് കുടിച്ച് പിന്നെ അങ്കിളൊന്ന് പുറത്ത് കൊട്ടിയപ്പോൾ ഇത് ഇറങ്ങി അങ്ങനെ മാറി ശ്വാസം മുട്ട്. ഈ ഐസ്ക്രീം കഴിച്ചാൽ തൊണ്ടയിൽ കുടുങ്ങുമോ എന്നൊക്കെ പലർക്കുള്ള സംശയമാണ്. തണുപ്പായിരുന്നേ, കട്ടിയുണ്ടായിരുന്നു. അപ്പൊ കഴിച്ചപ്പോഴാണ്. സൂപ്പർ മാർക്കറ്റിന്റെ ഉടമ ശ്യാമാണ് കൂടെയുള്ളത്. ശ്യാമാണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ട ആ സൂപ്പർ ഹീറോ കുഞ്ഞിനെ രക്ഷിച്ചത്. ശ്യാമാണ്. ഈ കുഞ്ഞിങ്ങനെ പെടയുന്നത് കണ്ടത് എങ്ങനെയാ? ഞാൻ ഇവൻ കടയിൽ നിന്ന് ഐസ്ക്രീം സോഡ നാരങ്ങ കൂടി വാങ്ങി പുറത്തേക്ക് ഇറങ്ങി നിൽക്കണേ കണ്ട് ഭയങ്കര സൗണ്ട് കേട്ട് ഞാൻ പുറത്തിറങ്ങി നോക്കി കഴിഞ്ഞപ്പോൾ നാരങ്ങ താഴെ കിടക്കണം. അപ്പം ഞാൻ ഇവൻ നാരങ്ങ എടുത്ത് വിഴുങ്ങിയിട്ടുണ്ടാവുമോ എന്ന് വിചാരിച്ച്. അപ്പോൾ ഇവൻ അടുത്ത് വന്നപ്പോൾ ഐസ്ക്രീം ഇങ്ങനെ തൊണ്ടയിലുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ എനിക്ക് ചെറിയ കുട്ടിയുള്ളതുകൊണ്ട് ഞാനിങ്ങനെ വീഡിയോ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ തൊണ്ടയിൽ കുടുങ്ങിയാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായി. ഞാനിങ്ങനെ പുറത്തിട്ട് കൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൻ്റെ വായിൽ നിന്ന് ഒരിത്തിരി വെള്ളം വരെയും പിന്നെ അവന് നന്നായിട്ട് വേർക്കുകയും ചെയ്തിട്ടുണ്ടായി. പിന്നെ അകത്തിരുന്ന് ഫാനൊക്കെ ഇട്ട് റെഡിയായപ്പോൾ നോക്കിയായത്. വീട്ടിൽ ചെന്ന് പറഞ്ഞോ? അമ്മ എന്ത് പറഞ്ഞു? അമ്മ പറഞ്ഞു എന്താടാ പറ്റിയത് വേർത്തെന്നൊക്കെ ചോദിച്ചവൻ പറഞ്ഞ അമ്മ എടുത്ത്. അപ്പം അമ്മ പറഞ്ഞു എന്തെങ്കിലും പറ്റിയെന്ന് ആശുപത്രി പോകുന്നുള്ളപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ പോയതുകൊണ്ട് ഒന്നും പറ്റിയില്ല. ഒരു സൗണ്ട് ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു, അത്രേ ഉള്ളൂ ഒരു ദിവസത്തേക്ക്. പിന്നെ ഇപ്പോൾ ഐസ്ക്രീം കഴിക്കാൻ ചെറിയൊരു പേടിയൊക്കെ തോന്നുമോ? പേടിയുണ്ട്. ഐസ്ക്രീം ഒക്കെ തൊണ്ടയിൽ കുടുങ്ങുമോ എന്നുള്ളൊരു സംശയം എല്ലാവർക്കും പെട്ടെന്ന് തോന്നും ഈ ഒരു കഥ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വാർത്ത കേൾക്കുമ്പോൾ. പക്ഷെ കുടുങ്ങും. അതിനുള്ള ഉദാഹരണമാണ് ഈ കുഞ്ഞുള്ളത്. ഈ കുഞ്ഞിനി പറയുന്നത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണേ. പെട്ടെന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങളൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും വിഴുങ്ങുമ്പോൾ ഇത്തരം കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ടാകും എന്നുള്ള കാര്യം കൂടി കുഞ്ഞ് ഓർമ്മിപ്പിക്കുകയാണ്.